എനിക്ക് ആക്ച്വലി ഇന്നൊരു യമണ്ടൻ ടാസ്ക് ആണ് കിട്ടിയിരിക്കുന്നത്. ആക്ച്വലി ഇന്നത്തെ നമ്മുടെ ആ ഒരു എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു നല്ലൊരു അടിപൊളി വെഡിങ് സെറ്റ് ചെയ്ത് തരാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ ചേട്ടൻ പറഞ്ഞു നല്ല തിരക്കാണ്, നീ തന്നെ വേണമെങ്കിൽ സെറ്റ് ചെയ്തെന്ന് പറഞ്ഞിരിക്കുകയാണ്. സോ ഞാൻ തന്നെ ഇന്ന് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. യെസ്, അപ്പൊ അതിന്റെ ഇടയിൽ എനിക്ക് ടാസ്ക് എന്ന് പറയുന്നത് 15 പവനിലാണ് ഈ ഒരു വെഡിങ് സെറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. എക്സാക്ട് 15 പവൻ. എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല ടെൻഷൻ ഉണ്ട്, ഇത് എങ്ങനെയാണ് ഇവർ കറക്റ്റ് സെറ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു കൺഫ്യൂഷൻ തന്നെയുണ്ട്. ആക്ച്വലി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തൊക്കെ എടുക്കണം. ഒരു പവൻ എന്ന് പറയുമ്പോൾ നമുക്ക് 8 ഗ്രാം ആണ്. സോ 15 പവൻ എന്ന് പറയുമ്പോൾ നമുക്ക് 120 ഗ്രാം ആണ് സെറ്റ് ചെയ്യേണ്ടത്. നമുക്ക് ഇന്ന് നല്ലൊരു അടിപൊളി വെഡിങ് സെറ്റ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ സെലക്ട് ചെയ്യാം. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല കൺഫ്യൂഷൻ ഉണ്ട് കേട്ടോ, എങ്ങനെയാണ് ഇവർ ഇതിങ്ങനെ കറക്റ്റ് ഇത്ര പവൻ എന്നൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്യുന്നത് നോക്കുമ്പോൾ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഉള്ള കൺഫ്യൂഷൻ എന്ന് പറയുമ്പം ഏത് ഓർണമെന്റ് ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടതെന്ന്, പിന്നെ അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം, പിന്നെ അത് നമുക്ക് എല്ലാം കൂടെ 15 പവൻ്റെ ഉള്ളിൽ ടാലി ചെയ്തെടുക്കണം. അപ്പൊ അതേ വൺ ടാസ്ക് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. നമ്മളിതാ ഫസ്റ്റ് വൺ നമ്മൾ എടുത്തിരിക്കുകയാണ്. ഷോർട്ട് നെക്ലേസിന്റെ ഫസ്റ്റ് വൺ ആണ് എടുത്തിരിക്കുന്നത്. അപ്പൊ നല്ല ഭംഗിയുണ്ട് ഈ ഒരു നെക്ലേസ് കാണാൻ തന്നെ. നമുക്ക് ആക്ച്വലി 15 പവനാണ് കംപ്ലീറ്റ് ആയിട്ട് വേണ്ടത്. സോ ഫസ്റ്റ് വൺ ദാ ഇവിടെ എടുത്ത് വെക്കുകയാണ്. അപ്പൊ ഞാൻ മറന്നുപോകും ആക്ച്വലി, അതിനു മുമ്പ് ഞാൻ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കട്ടെ. സോ നമുക്ക് ഒരു പവൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആക്ച്വലി 8 ഗ്രാം ആണ് വരുന്നത്. അപ്പൊ നമുക്ക് 15 പവനാണ് വേണ്ടത്. എത്ര ഗ്രാം ആണ് നമുക്ക് വേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. യെസ്, നമുക്ക് 120 ഗ്രാം ആണ് നമുക്ക് വേണ്ടത്. 15 പവന് വേണ്ടി 120 ഗ്രാം ആണ് വേണ്ടത്. സോ ഒരു ഫസ്റ്റ് നെക്ലേസ് വരുന്നത് 35 ഗ്രാമിലാണ് നമുക്ക് വരുന്നത്. അപ്പോൾ 35 ഗ്രാമില് എനിക്ക് ആക്ച്വലി നല്ല ടെൻഷൻ ഉണ്ട്. ബിക്കോസ് എങ്ങനെയാണ് ഇവർ ഇത് സെറ്റ് ചെയ്യുന്നതെന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല കൺഫ്യൂഷൻ ഉണ്ട്. ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് ടാലി ആയിട്ട് ഈ ഒരു 15 പവനിൽ എത്തിക്കുക എന്നുള്ള ടാസ്ക് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് കൺഫ്യൂഷനാണ്. അപ്പോൾ നമുക്ക് സെക്കൻഡ് വൺ നോക്കാം. സെക്കൻഡ് വൺ ആക്ച്വലി വീണ്ടും സെക്കൻഡ് വണ്ണിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. സോ ഇത് സെക്കൻഡ് വൺ എടുക്കണം എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഇതൊരു 34 ഗ്രാം കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇനിയും ഒരു നമുക്ക് 3 നെക്ലേസ് കൂടെ വേണം. അപ്പൊ അതിന്റെ ഇടയിൽ ടാലി ആവോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇത് ഷോർട്ട് നെക്ലേസിന് പറ്റിയൊരു രീതിയിലുള്ളതാണെന്ന് തോന്നുന്നു. ഐ മീൻ ഷോർട്ട് അല്ല, നമുക്കൊരു സെക്കൻഡ് വണ്ണിന് വേണ്ടിയിട്ടുള്ളത്. കുറച്ചു സിമ്പിൾ ആയിട്ടാണ്, പക്ഷെ നമ്മുടെ ഒരു ഫസ്റ്റ് വണ്ണായിട്ട് മാച്ച് ചെയ്യുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ കുറച്ച് മാച്ചിങ് ആയിട്ട് അതിൻ്റെ ഒരു സ്റ്റൈലുമായിട്ട് പറ്റുന്നതാണെന്നാണ് തോന്നുന്നത്. ഇതിനെ സെക്കൻഡ് വണ്ണായിട്ടൊന്ന് സെറ്റ് ചെയ്ത് ഞാൻ വെക്കുകയാണ്. ഐ ഡോണ്ട് നോ, ഇത് കണ്ടാൽ ആക്ച്വലി നിങ്ങൾ തെറി വിളിക്കും, ഇത് എന്താണ് ഫൈനൽ ആവാൻ പോകുന്നതെന്ന് എനിക്ക് ശരിക്കും അറിയില്ല. ഓക്കെ, സോ സെക്കൻഡ് വൺ വരുന്നത് 14 ഗ്രാം ആണ് വരുന്നത്. 14 ഗ്രാമാണ് നമുക്ക് വരുന്നത്. കുഴപ്പമില്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് തേർഡ് വണ്ണിലേക്ക് പോവാണ്. തേർഡ് വൺ എനിക്ക് തോന്നുന്നു ഇത് ഒന്ന് സെലക്ട് ചെയ്യാന്നുള്ള കാര്യം തോന്നുവാണ്. തേർഡ് വൺ ബിക്കോസ് ഈ ഒരു നമുക്ക് റോസ് ഗോൾഡിന്റെയും യെല്ലോ അതുപോലെ തന്നെ റോഡിയം ഷെയ്ഡ് മിക്സ് ഒക്കെ ഈ ഒരു ഫസ്റ്റ് സെക്കൻഡിലൊക്കെ ഉണ്ട്. അപ്പൊ അത് തേർഡിലും വരുമ്പം കുറച്ചുകൂടെ മാച്ചിങ് ആയിരിക്കും എന്ന് ഞാൻ കരുതുകയാണ്. 76 ആയിരിക്കുകയാണ് ഇപ്പൊ. ബാക്കി ഇനിയിപ്പോ നമുക്ക് ഒരു 44 ഗ്രാം. യെസ്, 44 ഗ്രാം ആണ് ആക്ച്വലി നമുക്കൊരു ഫൈനൽ വൺ ആയിട്ട് എടുക്കേണ്ടത്. ഫൈനൽ വൺ, ഫോർത്ത് വൺ നമുക്കൊരു 44 ഗ്രാമിൽ എത്തിക്കണം എന്തായാലും. അപ്പൊ 44 ഗ്രാമുള്ള ഏതാണെന്ന് ഞാൻ ആദ്യം ഒന്ന് നോക്കട്ടെ. ആൻഡ് അത് ഈ ഒരു സ്റ്റൈലായിട്ട് മാച്ചിങ് ആവുമോ എന്നുള്ളത് നോക്കട്ടെ. ചെറിയൊരു പോയിന്റിന്റെ വ്യത്യാസം, 41 ഗ്രാം മാത്രമാണ് ഇതുള്ളത്. ആക്ച്വലി ഇത് ഇപ്പം എത്രത്തോളം ബ്യൂട്ടിഫുൾ ആണ് ഈ ഒരു ഡിസൈന്, ഈ ഒരു വെഡിങ് സെറ്റ് എന്നൊന്നും എനിക്കറിയില്ല. അപ്പൊ അത് കറക്റ്റ് ആണോ, ഇനി നിങ്ങൾക്ക് ഇഷ്ടമായോ, അതൊക്കെ നിങ്ങൾക്ക് താഴെ ഓഫ് കോഴ്സ് യെസ് കമന്റ് ചെയ്യാവുന്നതാണ്. ആൻഡ് അഗെയിൻ നമ്മുടെ 44 ഗ്രാം ആണ് ബാക്കിയുള്ളത്. ഇത് ശരിക്കും ഒരു വമ്പൻ ടാസ്ക് തന്നെയാണ് കേട്ടോ എന്നെ സംബന്ധിച്ച്. ആക്ച്വലി എൻ്റെ അടുത്ത് ഇവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറെ നാളായില്ലെന്ന് ഈ ജ്വല്ലറീസിന്റെ കാര്യമൊക്കെ പറയാൻ തുടങ്ങിയിട്ടെന്ന്.
പക്ഷേ ആക്ച്വലി ഇവരെല്ലാരും എനിക്ക് ഡെയിലി ഇങ്ങനെ സെറ്റ് ചെയ്ത് തരാറുണ്ട്. ഇപ്പൊ ഞാനായിട്ട് ഒറ്റയ്ക്ക് സെറ്റ് ചെയ്യുമ്പം എനിക്കത് നല്ല കൺഫ്യൂഷൻ ഉണ്ട്. ഇതെങ്ങനെയാണ് ടാലി ചെയ്ത് ഈ ഒരു 15 പവൻ എന്നുള്ളൊരു ഡിജിറ്റിലേക്ക് എത്തിക്കാന്നുള്ള കാര്യത്തിൽ നല്ല കൺഫ്യൂഷൻ ഉണ്ട്. സോ സെർച്ച് ചെയ്യട്ടെ. ഇത് ഫൈനലൈസ് ചെയ്യല്ല, ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ ഇത് എന്താണ് ഇതിന്റെ അവസ്ഥ. ഭയങ്കര വിയേർഡ് ആയിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് കൺഫ്യൂഷൻ ആണ്. സോ ആക്ച്വലി ഇത് വരുന്നത് 34 ഗ്രാമാണ് വരുന്നത്. 110 ഗ്രാമിലേക്ക് ഞാൻ എത്തിച്ചിരിക്കുകയാണ്. സോ ഇനി ഒരു 10 ഗ്രാം, ആ ഒരു 10 ഗ്രാമിന് എനിക്ക് അതെന്താണ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം കൺഫ്യൂഷനാണ്. ഓഫ് കോഴ്സ് യെസ്, 10 ഗ്രാമിൽ എനിക്ക് ഇവിടെ നിന്നൊന്നും സെലക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതിൽ നിന്നുള്ള ഏതെങ്കിലും ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് ഒരു 10 ഗ്രാം അതിന്റെ കൂടെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യാന്നുള്ള മാത്രമേ ഉള്ളൂ. ഓ ലെറ്റ് മീ ചെക്ക്. അപ്പോ സെക്കൻഡ് വൺ നമുക്ക് ചേഞ്ച് ചെയ്യാന്നുള്ളൊരു രീതിയിൽ ഞാൻ വേറൊരു ചെയിന് സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു ചെയിന് നമുക്കൊരു 10 ഗ്രാം ആക്ച്വലി കൂടുതൽ വേണം. അപ്പോൾ ഈ ഒരു സെക്കൻഡ് ചെയിൻ ഞാൻ അങ്ങ് മാറ്റി വെക്കുകയാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ചെയിൻ തന്നെയാണ്, പക്ഷെ കുഴപ്പമില്ല, നമുക്കൊരു 15 പവനിലേക്ക് ടാലി ചെയ്യണമല്ലോ. ഓക്കെ, അപ്പോൾ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വെഡിങ് സെറ്റ് ആക്കിയിട്ട് ഞാൻ ഫൈനലി മാറ്റിയിരിക്കുകയാണ്. സോ ഇത് കൂടുതലും ടോക്കിഷിലാണ് വരുന്നത്. ആൻഡ് ഈ ഒരു ഫസ്റ്റ് വൺ വരുന്നത് രാജ്കോട്ട് സ്റ്റൈലാണ് വരുന്നത്. ബാക്കി 3ഉം നമുക്ക് ടോക്കിഷ് സ്റ്റൈലിലാണ് വരുന്നത്. അപ്പൊ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചത് മാത്രമല്ല, നമ്മുടെ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ ഒരുക്കി വെച്ച ഒരുപാട് വെഡിങ് സെറ്റ് ആക്ച്വലി ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ആൻഡ് നമ്മുടെ ഷോറൂം വിസിറ്റ് ചെയ്യുക, പർച്ചേസ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് വെഡിങ് സെറ്റ് ആണ് ഇവിടെ നിങ്ങളെയും വെയിറ്റ് ചെയ്തിരിക്കുന്നത്. പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയോട്ടുചാൽ. എക്സ്ക്ലൂസീവ് സിൽവർ ഷോറൂംസ് ചെറുപുഴ, പരപ്പ ആൻഡ് ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ.